ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ തവൈ എന്ന മിസ്റ്ററി ത്രില്ലർ മൂവിയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കിടയിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു 300 വർഷങ്ങൾക്ക് മുമ്പ് ഈ കഥ നടക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത്. ഒരു ഗ്രാമത്തിൽ ഒരു ഭർത്താവും ഭാര്യയും 2 പെൺമക്കളും ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ പുതുതായി വേറൊരു വീട്ടിലേക്ക് അവർ താമസം മാറിയിരിക്കുകയാണ്. അങ്ങനെ അവരുടെ വീട്ടിലേക്ക് ആ നാട്ടുകാരനായ ഒരാൾ വരികയാണ്. ആ ഭർത്താവിനോടും ഭാര്യയോടും അയാൾ വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നു. എൻ്റെ മകള് വലിയ കുട്ടിയായി, അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി വന്നത്. ഞങ്ങൾക്കിപ്പോൾ നല്ല കാര്യങ്ങളെല്ലാം നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വന്ന് എൻ്റെ മകളെ അനുഗ്രഹിക്കണം എന്നയാൾ പറയുന്നു. പ്രധാനമായിട്ടും ആ ദമ്പതികൾക്ക് വളരെ സ്നേഹമുള്ളൊരു മകളുണ്ട്, അതായത് ആ 2ാമത്തെ മകൾ. തീർച്ചയായിട്ടും നിങ്ങളുടെ 2ാമത്തെ മകളെ കൊണ്ടുവരണം, എന്നാൽ മൂത്ത മകളെ മാത്രം കൊണ്ടുവരരുത് എന്ന് ആ വീട്ടിലെ ഭർത്താവിനോടും ഭാര്യയോടും അയാൾ പറയുമ്പോൾ ഇത് 2 പേർക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നു. അപ്പോഴാണ് അവരുടെ മൂത്ത മകളെ ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുന്നതായി അവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ആ ചടങ്ങിന് പോകുന്നുണ്ടല്ലോ, ആ ചടങ്ങിനും ആ ഭർത്താവും ഭാര്യയും 2ാമത്തെ മകളെ മാത്രമാണ് കൊണ്ടുപോകുന്നത്. അവിടെ നടക്കുന്ന നല്ല കാര്യങ്ങളെല്ലാം ആ 2ാമത്തെ മകളെ വെച്ചിട്ടാണ് അവർ ജയിക്കുന്നത്. ആ നാട്ടുകാരെ തന്നെ ആ 2ാമത്തെ മകളെ ഒരു ദൈവത്തെ പോലെയാണ് കാണുന്നത്. ഇതൊന്നും ആ പെൺകുട്ടിയുടെ ചേച്ചിയായ മൂത്ത മകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ അവിടെയുള്ള ആ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആ ചടങ്ങിനിടയിൽ എങ്ങനെയോ മുറിക്കുള്ളിൽ നിന്ന് ആ മുറി തുറന്ന് ആ മൂത്ത മകൾ വരുന്നു. അവളെ കാണുന്ന നാട്ടുകാർ വളരെ ഭയപ്പെടുന്നുണ്ട്. ഇപ്പോൾ അവളുടെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ, അവരും എന്തിനാണ് വന്നത്, നിന്നെ മുറിക്കുള്ളിലല്ലേ അടച്ചിട്ടിരിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ച് വഴക്ക് പറയുന്നു. ഇപ്പോൾ ആ പെൺകുട്ടിക്കും അതികഠിനമായ ദേഷ്യം വരികയും ആ ഗ്രാമത്തിന് നടുവിലിരുന്ന് കരയുകയും ചെയ്യാണ്. അങ്ങനെ ആ മൂത്ത മകളുടെ കരച്ചിൽ കണ്ട് അവിടെയുള്ള പലരും ഛർദ്ദിക്കുന്നതായും ആ നാട്ടുകാർക്കെല്ലാം അസുഖം വരുന്നതായും അവിടെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കെ അവിടെ ഒരു വലിയ മരമുണ്ട്. ആ മരത്തിൽ ആ വീട്ടിലെ മൂത്ത മകൾ ഒരു കയറിൽ തൂങ്ങി നിൽക്കുന്നതായും അവളുടെ മൃതദേഹം അവിടെ ഉള്ളതായും കാണിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവർ ആരാണ്, എന്താണ് ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ പുരാണത്തിലെ ചില ക്രൂരന്മാരെ കുറിച്ച് നിങ്ങൾ അറിയേണ്ടതുണ്ട്. അതായത് പുരാണത്തിൽ വലിയൊരു അസുരനുണ്ട്. അവൻ്റെ പേര് കലി എന്നാണ് പറയുന്നത്. പാലാഴി കടയുമ്പോൾ പുറത്തു വന്നൊരു വിഷത്തിലൂടെയാണ് ആ അസുരൻ ജനിച്ചത്. അവൻ സ്വർണത്തോടും ആഭരണങ്ങളോടും അത്യാർത്തി കാണിച്ചു. ആളുകളെ അടിമകളാക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. വിചാരിച്ചതുപോലെ അവൻ രാജാവായി മാറി നിരവധി ആളുകളെ നശിപ്പിച്ചു. ലോകം മുഴുവനും ഭരിക്കണമെന്ന് കരുതി പല ക്രൂരതകളും ചെയ്തു. ദൈവങ്ങളെല്ലാം ഒത്തുചേർന്ന് ആ അസുരനെ ഇല്ലാതാക്കി. എന്നാൽ അവൻ ഈ ലോകം വിട്ട് പൂർണ്ണമായിട്ടും പോയിട്ടില്ല. ഏതെങ്കിലും രൂപത്തിൽ വീണ്ടും പുറത്തു വരണമെന്ന ആഗ്രഹത്തോടെ വർഷങ്ങളായി അവൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് അവിടെ പറയുന്നത്. ഈ കഥയും സിനിമയുടെ കഥയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ കഥ പ്രസന്റിലേക്ക് വരുന്നു. നേരത്തെ ഒരു ഗ്രാമം പറഞ്ഞല്ലോ, ആ ഗ്രാമത്തിൽ ഒരു രാജാവുണ്ട്. ആദ്യത്തെ രാജാവിന്റെ പിൻഗാമിയായ മറ്റൊരു രാജാവിനെ, അതായത് ഇന്നത്തെ രാജാവിനെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ രാജഭരണമൊന്നുമില്ല, എന്നാലും അദ്ദേഹം ആ ഗ്രാമത്തിൽ ഒരു രാജാവായി തന്നെയാണ് ജീവിക്കുന്നത്. അദ്ദേഹത്തിന് രാത്രി എപ്പോഴൊക്കെ ഉറക്കം വരുന്നു അപ്പോഴൊക്കെ ഒരു സ്വപ്നം വരും. നേരത്തെ ആ മൂത്ത പെൺകുട്ടി ഒരു മരത്തിൽ കയറി തൂങ്ങി മരിച്ചല്ലോ, ആ മരത്തിൽ നിന്ന് ഒരു പട്ടി ഒരു തല കടിച്ചുകൊണ്ട് വരുന്നതായും അത് ഇദ്ദേഹത്തിന്റെ വീട്ടുപടിക്കൽ ഇടുന്നതായും അത് തൻ്റെ തലയാണോ എന്ന് ഭയന്ന് അദ്ദേഹം ഞെട്ടി ഉണരുന്നതാണ് സ്വപ്നം. രാജാവിന് 2 ആൺമക്കളാണുള്ളത്. അതിൽ ഒരാളാണ് നമ്മുടെ സിനിമയിലെ നായകനായ രാജാവിന്റെ മൂത്ത മകൻ, ഈ സന്യാസി. എപ്പോഴും ശിവനെ പൂജിച്ചുകൊണ്ടിരിക്കും. ശിവനെ പൂജിക്കുന്നത് കൊണ്ടും ദൈവത്തോട് വലിയ ഭക്തിയുള്ളതുകൊണ്ടും തൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. വിവാഹം കഴിക്കാതെയാണ് ജീവിക്കുന്നത്. അദ്ദേഹത്തിന് ദൈവത്തെ കാണണമെന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് വലിയ സന്യാസിയോട് അന്വേഷിക്കുമ്പോൾ അദ്ദേഹം ചില മന്ത്രതന്ത്രങ്ങളും നീ എങ്ങനെയുള്ള ത്യാഗ ജീവിതം നയിക്കണം എന്നുൾപ്പെടെയുള്ള ചില കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. കട്ട് ചെയ്താൽ ഇപ്പോൾ രാജാവിന്റെ വലിയ വീടാണ് കാണിക്കുന്നത്. എപ്പോഴും രാജാവിന്റെ വീട്ടുപടിക്കൽ നാട്ടുകാരുടെ തിരക്കായിരിക്കും. എല്ലാ ദിവസവും രാവിലെ വന്ന് അവർ കൃഷി ചെയ്ത അരിയെല്ലാം കൊണ്ടുവന്ന് അവിടെ അളന്നു കൊടുത്ത് പണം വാങ്ങിപ്പോകും. രാജാവും ഇപ്പോൾ രാവിലെ പുറത്തു വരികയാണ്. ഗ്രാമവാസികളും അയ്യാ, ഇപ്പോൾ ഭൂമിയിൽ കൃഷി ചെയ്യാൻ കഴിയുന്നില്ല, മഴയില്ല, വലിയ ക്ഷാമമാണ്, ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന രീതിയിൽ വളരെ സങ്കടത്തോടെ സംസാരിക്കുകയാണ്. രാജാവും അതൊക്കെ കണ്ട് വിഷമിക്കുന്നുണ്ട്. നിങ്ങൾ ആരും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് എത്ര അരി വേണമെന്ന് പറ, എല്ലാം ഞാൻ തന്നെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് തരാം എന്ന് പറഞ്ഞ് ആ നാട്ടുകാരിൽ നിന്ന് ഒരു പൈസ പോലും വാങ്ങാതെ അവർക്ക് എല്ലാവർക്കും സൗജന്യമായി അരി നൽകുന്നു. ഇതൊക്കെ നമ്മുടെ നായകനും ശ്രദ്ധിക്കുന്നുണ്ട്. അതേ ഗ്രാമത്തിൽ ഈ രാജാവിന് 2ാമതായ ഒരു മകനുണ്ട്. അവൻ ഒരു ഗുസ്തിക്കാരനാണ്, പേര് രാജ്. തൻ്റെ ജ്യേഷ്ഠന്റെ നേരെ വിപരീത സ്വഭാവമുള്ളവൻ, ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുന്നവൻ, അതിലുപരി വലിയ അത്യാഗ്രഹി. ഇപ്പൊ പോലും ഗ്രാമത്തിൽ ഒരു ഗുസ്തി മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരാൾ ജയിക്കുകയും ആ വിജയിച്ച വ്യക്തി എല്ലാവരുടെയും മുന്നിൽ നിന്ന് അലറുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെയുള്ള ഒരു കയർ വലിക്കപ്പെടുന്നുണ്ട്. ആ കയർ രാജിന്റെ ശരീരത്തിൽ ഉരസുന്നത് കാരണം രാജിന് ചെറിയൊരു മുറിവുണ്ടാകുന്നു. അതിന് കാരണം ആ ഗുസ്തിക്കാരനാണെന്ന് കരുതി രാജ് ദേഷ്യപ്പെട്ട് നേരെ അയാളോട് അടിപിടിക്ക് പോകുന്നു.
അങ്ങനെ രാജ് ആ ഗുസ്തിക്കാരനെ തോൽപ്പിച്ച് ജയിക്കുകയാണ്. ഇത്രയും മോശപ്പെട്ട സ്വഭാവമുള്ള ഒരാളാണ് രാജ്. രാജിന് ഒരു ഭാര്യയുണ്ട്. അവരുടെ പേര് സുഗന്ധി എന്നാണ്. വളരെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഭർത്താവിനെ വിവാഹം കഴിച്ചത്. ഭർത്താവ് എപ്പോഴും അവിടെയുള്ളൊരു കുളത്തിൽ കുളിക്കാറുണ്ട്. ആ കുളത്തിനടുത്തേക്ക് അവരും തോർത്തെടുത്ത് കൊടുക്കാൻ വരുന്നു. ഇന്നും നിങ്ങളുടെ അടിപിടി തുടങ്ങിയോ? എപ്പോഴും മുറിവുകളായിട്ടാണല്ലോ വീട്ടിലേക്ക് വരിക. മത്സരം കാണാനല്ലേ പോയത്? ഏതോ കളിക്കാൻ പോയതുപോലെ മുറിവുണ്ടായല്ലോ എന്നൊക്കെ പറഞ്ഞ ആ ഭാര്യ ഭർത്താവിന് നന്നായി കെയർ ചെയ്ത് നോക്കുകയാണ്. ഇവിടെ രാജാവ് സങ്കടത്തോടെ രാത്രി ഇരിക്കുകയാണ്. ഭാര്യയും അടുത്തേക്ക് വരുന്നുണ്ട്. ഇനിയും അത് തന്നെ ചിന്തിച്ചിരുന്നാൽ എങ്ങനെയാ? എല്ലാം ശരിയായല്ലോ. നിങ്ങൾ ഇത്രയും ത്യാഗപൂർണമായ ജീവിതം നയിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വർഗത്തിൽ സ്ഥാനം ഉണ്ടാവും. ഒന്നിനെ കുറിച്ച് ഓർത്തും സങ്കടപ്പെടരുത്, ഭയപ്പെടരുത് എന്നൊക്കെ പറയുന്നു. രാജാവ് അങ്ങനെ ഭക്ഷണം കഴിക്കാനായി വരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ 2 മക്കളും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാജാണെങ്കിൽ അവനും അച്ഛനോടൊരു കാര്യം പറയണമെന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സ്വത്തുക്കളെല്ലാം കുറേശ്ശെയായി നാട്ടുകാർക്ക് കൊടുത്ത് തീർത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കായി നമ്മൾ ഒന്നും മാറ്റിവെക്കുന്നില്ല. ഇങ്ങനെ പോയാൽ എൻ്റെ തലമുറ വരുമ്പോഴേക്കും നമ്മൾ ഭിക്ഷ യാചിക്കേണ്ട അവസ്ഥയിലേക്ക് വരാം. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും നിക്ഷേപിക്കണം എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന നമ്മുടെ നായകനും അനിയൻ പറയുന്നതും ശരിയാണല്ലോ അച്ഛാ, നാട്ടുകാർക്ക് കൊടുത്ത് നമ്മൾ ഇത്രത്തോളം സഹായിക്കും, ഇനി നമുക്കായി നമ്മൾ ജീവിച്ചു തുടങ്ങണം എന്ന് പറയുന്നു. എന്നാൽ രാജാവ് അതൊന്നും കേൾക്കുന്ന മട്ടില്ല. അപ്പോഴാണ് ഗ്രാമവാസികളിൽ ഒരാൾ പെട്ടെന്ന് രാജാവിൻ്റെ വീട്ടിലേക്ക് വരുന്നത്. എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല രാജാവേ, എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഗ്രാമത്തിൽ ഒരു ആശുപത്രി പോലും ഇല്ല. ഞാൻ അടുത്ത ഗ്രാമത്തിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. എൻ്റെ കയ്യിൽ വണ്ടിയില്ല രാജാവേ. നിങ്ങളുടെ മകൻ്റെ കയ്യിൽ വണ്ടിയുണ്ടല്ലോ, ആ വണ്ടിയിൽ കൊണ്ടുപോകും എന്ന് പറയുന്നു. അപ്പോൾ രാജാവ് തൻ്റെ മൂത്ത മകനെ അവിടേക്ക് വിളിക്കുന്നു. നായകനും വരികയാണ്. നായകനോട് കാറെടുത്ത് ഇയാളെ അടുത്തുള്ള ഗ്രാമത്തിലുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും എന്ന് പറയാണ്. അങ്ങനെ പോകുമ്പോൾ നായകനോട് ദയവ് ചെയ്ത് ആ മരമുള്ള വഴിയെ മാത്രം പോരുത് എന്ന് രാജാവ് പറയുന്നുണ്ട്. നായകനും തലയാട്ടിയിട്ട് ആ വ്യക്തിയെയും അമ്മയും കൂട്ടി വണ്ടിയിൽ വേഗത്തിൽ പോകുന്നു. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ വേറെ ആരോ മരം വെട്ടിയിട്ടിട്ടുണ്ട്. മരം അവിടെ താഴെ വീണ് കിടക്കുകയാണ്. നായകനും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. അയ്യോ, എന്താണിത്? വഴി തടസ്സപ്പെട്ടിരിക്കുന്നല്ലോ, ഇനി എങ്ങനെ പോവും? വേറെ വഴിയില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ആ മരമുള്ള വഴി മാത്രമാണ് വേറെ ഉള്ളത്. അതിലൂടെ പോയാൽ മാത്രമേ ഈ ജീവൻ രക്ഷിക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം കരുതുന്നു. അതുകൊണ്ട് വേറെ വഴിയില്ലാതെ ആ വഴിയിലേക്ക് വണ്ടി തിരിക്കുന്നു. നായകൻ വളരെ വേഗത്തിൽ ആ വഴിയിലൂടെ പോകുമ്പോൾ കൃത്യം ആ മരമുള്ള സ്ഥലത്ത് വണ്ടി നിൽക്കുന്നു. ഇദ്ദേഹത്തിനും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വണ്ടിയുടെ ചക്രം താഴെ ഇറങ്ങി നോക്കുമ്പോൾ അതവിടെ ചെളിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. മുന്നോട്ടും പോകാനാവില്ല, പിന്നോട്ടും വരാനാവുന്നില്ല. കുറച്ചു നേരത്തിനുള്ളിൽ ആ സ്ത്രീ ജീവന് വേണ്ടി പോരാടി ആ വണ്ടിയിൽ വെച്ച് തന്നെ മരിക്കുന്നു. അയ്യോ, ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ആ സ്ത്രീയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് ഹീറോ തകർന്നു പോവാണ്. ഈ സങ്കടത്തോടെ തന്നെ ഇവർ 2 പേരെയും കൂട്ടി വീണ്ടും വീട്ടിലേക്ക് വരുന്നു. തൻ്റെ അച്ഛനോടും ഈ സംഭവത്തെക്കുറിച്ച് പറയാണ്. നാട്ടുകാരെയും സമാധാനിപ്പിക്കുന്നു. രാജാവിനും മനസ്സിന് വല്ലാത്തൊരു സങ്കടമാവുന്നുണ്ട്. അമ്പലത്തിലുള്ള സ്വാമിയുടെ അടുത്ത് വന്ന് ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ട്, എനിക്ക് നാട്ടുകാരിൽ ഒരാളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ദോഷം വരുമോ? ഗ്രാമത്തിൽ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ സംഭവിക്കോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ സ്വാമി പറയുന്നുണ്ട്, ഒന്നും സംഭവിക്കില്ല. എന്നാൽ ഇന്നലെ രാത്രി ആ സ്ത്രീ മരിച്ചത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ആ മരമുള്ള സ്ഥലത്താണ്. നിങ്ങൾക്ക് ആ മരത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാലോ. അതാണ് എനിക്ക് വലിയൊരു അപകടമായി തോന്നുന്നത് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയിട്ട് രാജാവിനോട് പറയുന്നുണ്ട്, നിങ്ങളൊന്നും വിഷമിക്കണ്ട. നിങ്ങളുടെ വീട്ടിൽ ഒരു വലിയ മരം ഉണ്ടല്ലോ, ആ മരത്തിന് പൂജ ചെയ്ത് ദൈവമായി ആരാധിക്കണം. നിങ്ങൾ മാത്രം ആരാധിച്ചാൽ പോരാ, ഗ്രാമവാസികൾ എല്ലാവരും ആ മരത്തെ ആരാധിക്കണം. അങ്ങനെ ഗ്രാമത്തിൽ ഒരു നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളൊരു സ്ഥലത്ത് പോസിറ്റിവിറ്റി സൃഷ്ടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യാതൊരു ദോഷവും സംഭവിക്കില്ല എന്ന് പറയുന്നു. രാജാവും ശരിയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞുള്ള കഥയാണ് കാണിക്കുന്നത്. ഗ്രാമത്തിൽ കുറെ നാളായി ആശുപത്രി ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ ഈ രാജാവ് ഗ്രാമവാസികൾക്കായി ഒരു ആശുപത്രി പണിത് നൽകുന്നു. ഗ്രാമവാസികളെല്ലാം അത് വലിയ ആഘോഷമാക്കുന്നുണ്ട്. അവർ രാജാവിനെ വളരെ വൈകാരികമായി നോക്കുന്നുണ്ട്. രാജാവും ഗ്രാമവാസികളോട്, ഇതൊരു സാധാരണ ആശുപത്രിയല്ല, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള സൗജന്യ ആശുപത്രിയാണ്. നിങ്ങൾക്ക് എന്ത് അസുഖം വന്നാലും ഇവിടെ വരാം, സൗജന്യമായി ചികിത്സിച്ചിട്ട് പോകാം എന്ന് പറയുന്നു. ഇതൊന്നും പുറകിൽ നിൽക്കുന്ന രാജാവിന്റെ 2 മക്കൾക്കും ഇഷ്ടപ്പെടുന്നില്ല. പ്രധാനമായിട്ടും 2ാമത്തെ മകൻ രാജ് കടുത്ത ദേഷ്യത്തിലാണ്. ഇതിന് തന്നെ പല കോടികൾ ചെലവായി, ഇതിന് പുറമെ സൗജന്യമോ? നമ്മളെ നടുതെരുവിലാക്കാതെ അച്ഛൻ അടങ്ങില്ല എന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ അവൻ സംസാരിക്കുന്നുണ്ട്. രാത്രി സങ്കടത്തോടെ തന്നെ രാജ് ആ കുളത്തിന്റെ അടുത്തായി ഇരിക്കുന്നുണ്ട്. അങ്ങനെ ആ കുളത്തിൽ കുളിക്കാമെന്ന് കരുതി രാജ് ഇറങ്ങുന്നുണ്ട്. എന്നാൽ കുളിക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ കാലിൽ പിടിച്ച് ആരോ വലിക്കുന്ന പോലെ തോന്നുന്നു. അവന് വല്ലാത്തൊരു ഭയം വരുന്നുണ്ട്. അയ്യോ, ആരാടത് എന്ന് പറഞ്ഞ് തൻ്റെ വസ്ത്രങ്ങളെല്ലാം എടുത്ത് ആ സ്ഥലത്ത് നിന്ന് ഓടിപ്പോരുന്നു. മറുവശത്ത് രാജാവിൻ്റെ വീട്ടുപടിക്കലുള്ള ആ മരത്തിൽ കയറുകളെല്ലാം കെട്ടിവെച്ച് പൂജകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പുറത്തു നിന്ന് നാട്ടുകാരും കാണുന്നുണ്ട്. ആ വീടിൻ്റെ ടെറസിൽ നിന്ന് രാജും നോക്കുന്നുണ്ട്.
രാജന് ഈ മരത്തെ ഇങ്ങനെ പൂജിക്കുന്നതും ആരാധിക്കുന്ന ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അച്ഛൻ എന്തോ ഭ്രാന്തൻ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു എന്ന് ഭാര്യയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജാവ് അങ്ങനെ പുറത്തു വരികയാണ്. ഗ്രാമവാസികളോട് കൈകൂപ്പി പറയുന്നുണ്ട്, ഇനി മുതൽ നിങ്ങൾ ഈ മരത്തെയാണ് ദൈവമായി ആരാധിക്കേണ്ടത്. നമ്മുടെ ജീവിതം സന്തോഷകരമാവണമെങ്കിൽ നിങ്ങൾ ഈ മരത്തെ ആരാധിക്കാൻ തുടങ്ങണം. രാജാവ് നാട്ടുകാർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവർ രാജാവ് പറയുന്നത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. ഒരു മരത്തെ പോയി നമ്മൾ ദൈവമായി ആരാധിക്കാനോ? ഇദ്ദേഹം എന്താണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നു. രാജാവ് അപ്പോഴും വളരെ സങ്കടത്തോടെ ആ മരത്തെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട്, നിങ്ങളെ സന്തോഷവാനായി കണ്ടിട്ട് കുറേ നാളായി, എന്താ അച്ഛൻ എങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അറിയില്ല മോനെ, അത് നമ്മുടെ കുടുംബത്തിൻ്റെ ശാപമാണോ എന്തോ. ഭാവിയിൽ ഒരുപക്ഷെ ഞാൻ ഈ ലോകം വിട്ടു പോയാൽ എനിക്ക് ശേഷം നീ ഈ വീടും ഈ മരവും ഇവിടുത്തെ അന്തസ്സും കാത്തു സൂക്ഷിക്കണം എന്ന് പറയുന്നു. അച്ഛാ, എത്ര നാളാണ് ഈ സത്യം ഒളിച്ചു വെക്കാൻ പോകുന്നത്? ദയവ് ചെയ്ത് നമ്മുടെ കുടുംബത്തിന് എന്ത് പറ്റിയെന്ന് ആ സത്യം എന്നോട് പറയച്ചാ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ രാജാവ് കുറച്ച് ഭയത്തോടെ പറയുന്നുണ്ട്, ഇതെല്ലാം നിന്റെ മൂത്ത മുത്തശ്ശൻ കാരണം വന്നതാണ് മോനെ. അങ്ങനെ വീർ എന്ന പേരുള്ള അവരുടെ മൂത്ത മുത്തശ്ശൻ്റെ കഥ പറയാൻ തുടങ്ങുന്നു. എന്നാൽ പെട്ടെന്ന് രാജാവിന് നെഞ്ചുവേന വരുന്നു. അവിടെ തന്നെ കുഴഞ്ഞു വീഴുന്നു. അദ്ദേഹത്തിൻ്റെ ജീവൻ അവിടെ വെച്ച് പോവാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ മരത്തെ കാണിക്കുന്നു. ആ മരത്തിന് മുകളിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നതായി കാണാം. ആ പെൺകുട്ടി ആരാണെന്നറിയാമോ? ആദ്യ സീനിൽ ഒരു പെൺകുട്ടി മരത്തിൽ തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നല്ലോ, അവൾ തന്നെയാണത്. പിറ്റേ ദിവസം ഗ്രാമവാസികളെല്ലാം ഒത്തുചേർന്ന് രാജാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു. എല്ലാവരും കണ്ണീരോടെ കരയാണ്. അപ്പോൾ ഹീറോ തൻ്റെ അച്ഛൻ അവസാനം തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ മരിച്ചതിന് ശേഷം അവനൊരു സ്ഥലത്തിരിക്കുകയാണ്. അപ്പോൾ ആ സ്ഥലത്ത് അതേ പെൺകുട്ടി നടന്നു വന്ന് നിൽക്കുന്നു. ആരാണ് നീ എന്ന് ചോദിച്ച ഉടനെ നമ്മുടെ ഹീറോ മരിച്ച ആ പെൺകുട്ടിയോട് സംസാരിക്കാൻ പോകുമ്പോഴേക്കും അവൾ അവിടെ നിന്ന് അപ്രത്യക്ഷയാവുന്നു. അച്ഛൻ മരിച്ചതിൽ പിന്നെ രാജ് വളരെ അസ്വസ്ഥനാവുന്നു. ഇനി മുതൽ ഈ കൊട്ടാരവും ഇവിടുത്തെ ആളുകളെയെല്ലാം നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണമെന്ന് അവൻ കരുതുന്നുണ്ട്. അതുപോലെ ആ വീടിനുള്ളിൽ അവൻ എന്തോ ഒരു ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കുന്നു. എന്താ ശബ്ദം എന്നറിയാൻ ഒരു വിളക്കുമെടുത്ത് ആ ശബ്ദത്തെ പിന്തുടർന്ന് രാജ് പോകുന്നുണ്ട്. അതും അതേ ചെറിയ പെൺകുട്ടിയാണ്. എന്താണിത്, ആരാടേത് എന്ന് പറഞ്ഞ് രാജ് ഓരോ മുറിക്കുള്ളിലും പോകുന്നുണ്ട്. അപ്പോഴാണ് വീടിനുള്ളിൽ തന്നെ ഒരു രഹസ്യ അറയുള്ള കാര്യം രാജ് കാണുന്നത്. എന്താണിത്, നമ്മുടെ വീടിനുള്ളിൽ രഹസ്യ അറയോ? എന്ന് മുതലാണ് ഇത് ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞ് ആ രഹസ്യ അറയ്ക്കുള്ളിലേക്ക് പോവാണ്. അവിടെ പെട്ടെന്ന് വിളക്കുകളെല്ലാം തനിയെ കത്താൻ തുടങ്ങുന്നു. അവൻ നടന്ന് പോവാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് രാജ് വരുന്നുണ്ട്. ആ സ്ഥലം ഒരു രഹസ്യ അറ പോലെയാണ് ഉള്ളത്. അവിടെ അലമാര പോലെയുള്ള ഒരു ചെറിയ വാതിലുണ്ട്. ആ വാതിലിലൂടെ രാജ് നോക്കുമ്പോൾ വലിയൊരു തിളക്കം കാണുന്നു. ആഹാ, ഇതായിരിക്കും ആ നിധി. ഇതിനെ നമ്മൾ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്ന് രാജ് തീരുമാനിക്കുന്നു. അവൻ അവിടെ ഒരു ചുറ്റികയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ചുറ്റിക വെച്ച് ആ സ്ഥലം ഇടിച്ചു പൊളിക്കാൻ രാജ് ശ്രമിക്കുന്നു. എന്നാൽ അത് പൊളിക്കാൻ കഴിയുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ രാജ് വീണ്ടും വീടിനുള്ളിലേക്ക് വരുമ്പോൾ അവനെ പിന്തുടർന്ന് ആ ചെറിയ പെൺകുട്ടിയും വീടിനുള്ളിലേക്ക് കയറാൻ നോക്കുന്നു. എന്നാൽ അവൾക്ക് കയറാൻ കഴിയുന്നില്ല. അപ്പോഴാണ് അവിടെ ഒരു നാരങ്ങയുള്ളത് കാണുന്നത്. ആ നാരങ്ങ രാജ് എടുത്തു മാറ്റുമ്പോൾ ആ ചെറിയ പെൺകുട്ടിയും വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. ഇവിടെ ഹീറോ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവനൊരു സ്വപ്നം വരുന്നുണ്ട്. തൻ്റെ അച്ഛനായ രാജാവിന് എന്ത് സ്വപ്നമാണോ വന്നത് അതേ സ്വപ്നം ഹീറോയ്ക്കും വരാൻ തുടങ്ങുന്നു. ഹീറോയും ഭയന്ന് എഴുന്നേക്കാണ്. മറുവശത്ത് അച്ഛന് വേണ്ടി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹീറോ. അതുപോലെ ശിവനെയും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയുടെ കണ്ണിൽ മാത്രം ഒരു സത്യം വെളിപ്പെടുന്നുണ്ട്. അതായത് തൻ്റെ അച്ഛൻ്റെ അരികിൽ 2 പെൺകുട്ടികൾ നിൽക്കുന്നതായും അത് ആദ്യ സീനിൽ കാണിച്ച ആ ചേച്ചിയും അനിയത്തിയാണെന്നും അവന് മനസ്സിലാവുന്നു. എന്നാൽ അതിനുള്ളിൽ ഹീറോയുടെ അമ്മ അവിടേക്ക് വരുന്നതുകൊണ്ട് ആ സത്യം എന്താണെന്ന് അറിയാതെ പോവാണ്. അപ്പോഴാണ് ഹീറോയുടെ അമ്മ അവിടേക്ക് വന്ന് പറയുന്നത്, നിന്റെ മുതുമുത്തശ്ശനാണ് ഈ നാട് ഭരിച്ചത്. അങ്ങനെ ഭരിച്ചു പോകുമ്പോൾ അദ്ദേഹം സമ്പാദിച്ച സ്വത്തുക്കളെല്ലാം ഈ വീട്ടിലെ ഒരു സ്ഥലത്ത് അദ്ദേഹം സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് വിവരം. എന്നാൽ ആ സ്ഥലം തന്നെ ശപിക്കപ്പെട്ട ഒന്നാണ്. അവിടെ പോകണമെന്നും ആ വസ്തുക്കൾ വേണമെന്നും ആഗ്രഹിക്കുന്നവർ ദുഷ്ട സ്വഭാവത്തിന്റെ ഉച്ചകോടിയിലെത്തും. അതായത് ഞാൻ നേരത്തെ കലി എന്നൊരു അസുരനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, ആ അസുരനെ പോലെയായി മാറും. അതിനുശേഷം അവരുടെ മനസ്സിൽ അവരുണ്ടാവില്ല. ആ അസുരനായിരിക്കും വരിക. അങ്ങനെ ഒരു ശാപം നിന്റെ മുതുമുത്തശ്ശനും ഉണ്ടായി. അതിൽ നിന്നും മോചനം നേടാനാണ് നിങ്ങളുടെ അച്ഛൻ ഇത്രയധികം ആളുകൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്തത് എന്നൊക്കെ പറയാണ്. അങ്ങനെ ചെയ്ത ആ മുതുമുത്തശ്ശനെ കൊന്നത് ആരാണെന്ന് ഹീറോ ചോദിക്കുമ്പോൾ അതൊരു ചെറിയ പെൺകുട്ടിയുടെ ആത്മാവാണെന്ന് അവർ പറയുന്നു. ഹീറോ ഞെട്ടുകയാണ്. കട്ട് ചെയ്താൽ ഈ ചുറ്റിക വെച്ച് ഈ രാജ നിധിയുള്ള സ്ഥലം പൊളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ സ്ഥലം ചെറുതായി പൊട്ടുന്നതായി കാണിക്കുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ ആവുന്നു. രാജിന്റെ സ്വഭാവങ്ങൾ കുറേശ്ശെയായി മാറുന്നുണ്ട്. രാജിന്റെ ഭാര്യ മുറിയിൽ വന്ന് രാജ് ഉറങ്ങുമ്പോൾ അവന്റെ കൈയെടുത്ത് തന്റെ വയറ്റിൽ വെച്ച് താൻ ഗർഭിണിയാണെന്ന് പറയുന്നു. ഇത് കേട്ട് ഭർത്താവ് സന്തോഷിക്കുമെന്ന് കരുതിയെങ്കിലും അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഒരു അസുരനെ പോലെയാണ് ഭാര്യയോട് പെരുമാറുന്നത്. എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ ഗർഭിണിയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾ വേറെന്തൊക്കെയാണല്ലോ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ രാജിന് പുറത്തു നിന്ന്
ഒരു ശബ്ദം കേൾക്കുന്നു. പതിവ് പോലെ ഗ്രാമവാസികളുടെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് അവർ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. രാജും ആ ഗ്രാമവാസികളെ തല്ലുകയാണ്. ഇതൊക്കെ എൻ്റെ അച്ഛൻ മരിച്ചതോടെ തീർന്നു, ഇനി മുതൽ ആർക്കും ഒരു സഹായവും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. ഇത് നമ്മുടെ ഹീറോ കാണുന്നുണ്ട്. ഇവരെല്ലാവരും വിശപ്പ് കൊണ്ടാണ് ഇതൊക്കെ ചോദിക്കുന്നത്. പ്രധാനമായിട്ടും ഇവിടെ കള്ളന്മാരുണ്ടാകുന്നത് തന്നെ വിശപ്പ് കൊണ്ടാണ്. നിങ്ങൾക്ക് 3 നേരത്തെ ഭക്ഷണം ഞാൻ തരാം, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞ ചില സഹായങ്ങൾ ചെയ്യുന്നു. അത് രാജന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് രാജ് രാത്രി തൻ്റെ പാടത്ത് കിടക്കുകയാണ്. അപ്പോൾ അവിടേക്ക് രാജൻ്റെ സുഹൃത്ത് വരികയാണ്. എന്താണ് രാജൻ, നീ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം. നിന്റെ ജ്യേഷ്ഠനിൽ നിന്ന് മുഴുവൻ അധികാരവും എങ്ങനെ കൈക്കലാക്കാം എന്നല്ല നീ ചിന്തിക്കുന്നത്. നീ വലിയ ബലവാനാണ്. നിന്നെ പോലൊരു ഗുസ്തിക്കാരൻ്റെ ഒക്കെ മുന്നിൽ പോയി നിന്നാൽ നിന്റെ ജ്യേഷ്ഠൻ തന്നെ ഭയന്ന് എല്ലാ അധികാരവും നിനക്ക് തരും എന്നൊക്കെ പറഞ്ഞ് അയാൾ അവനെ വീണ്ടും പ്രകോപിപ്പിക്കുന്നു. ഹീറോ അമ്പലത്തിലേക്ക് വരികയാണ്. അപ്പോഴാണ് അമ്പലത്തിലെ പൂജാരി ഹീറോയോട് അച്ഛനോട് ആ മരത്തിൽ കയറൊക്കെ കെട്ടി ദൈവമായി ആരാധിക്കാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് പറയുന്നത്. ഹീറോ ഒരു പാത്രം നിറയെ വെള്ളം എടുത്ത് വന്ന് ആ മരത്തിന് അഭിഷേകം ചെയ്യുന്നു. അപ്പോൾ പെട്ടെന്ന് മിന്നാമിനുങ്ങ് പോലെ ഒരുപാട് വെളിച്ചങ്ങൾ ആ മരത്തിന് ചുറ്റും വന്നിരിക്കുന്നു. ആ മരം അവിടെ തിളങ്ങുകയാണ്. അടുത്ത ദിവസം രാവിലെ ആ ഗ്രാമത്തിലുള്ള ഒരു പയ്യന് അപകടം പറ്റിയെന്ന് പറഞ്ഞ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ സൗജന്യമായി മരുന്നൊന്നും കൊടുക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർ പറയുന്നു. കാരണം മുന്നിൽ ഈ രാജു വന്ന് നിൽക്കുന്നുണ്ട്. ഇനി മുതൽ ഒരു സൗജന്യവും എനിക്ക് നൽകാനാവില്ല എന്ന് പറഞ്ഞ് ഗ്രാമവാസികളോട് പണം ചോദിക്കുന്നു. പണത്തിന് എവിടെ പോകണമെന്നറിയാതെ അവർ നിൽക്കുകയാണ്. അപ്പോൾ അവൻ അവിടെ ഒരു ബോർഡ് എഴുതി വെക്കുന്നു, സൗജന്യ ചികിത്സയില്ല എന്ന്. ഈ ആശുപത്രിയിലേക്ക് ആരും വരരുതെന്നും പറയുന്നുണ്ട്. ഇതെല്ലാം അവിടെ ചികിത്സയ്ക്കായി വന്നിരിക്കുന്ന രാജിൻ്റെ ഭാര്യയും അവരുടെ അമ്മയും കാണുന്നുണ്ട്. ഡോക്ടർ പണം വാങ്ങി ചികിത്സിക്കുന്നത് കണ്ട് അവർക്ക് വല്ലാത്ത സങ്കടമാവുന്നു. അവർ ഡോക്ടറോട് ദേഷ്യപ്പെടുകയാണ്. ഈ വിവരം രാജിൻ്റെ ജ്യേഷ്ഠനായ ഹീറോയോടും പറയുന്നു. ഇതൊക്കെ ഗ്രാമവാസികളുടെ ഇടയിൽ വെച്ച് കേൾക്കുന്ന ഹീറോയ്ക്ക് അവൻ എത്ര അഹങ്കാരമാണ്. അച്ഛൻ നിങ്ങൾക്ക് എല്ലാവർക്കും സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സൗജന്യ ആശുപത്രി തന്നെ തുടങ്ങിയത്. അതിനെ ഇതുപോലൊരു പണമാക്കി മാറ്റാൻ ആർക്കും അവകാശമില്ല. ഇനി മുതൽ ആശുപത്രിയിൽ സൗജന്യ ചികിത്സയാണ്, ആര് തടയുമെന്ന് ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് അവൻ അനിയനെ കാണാൻ പോകുന്നു. രാജ് ടെറസിലെ ഒരു മുറിയിൽ നിന്ന് ഹീറോയെ തുറിച്ചു നോക്കുകയാണ്. ഇപ്പോൾ ആ ഗ്രാമത്തിലെ അസുഖം ബാധിച്ച കുട്ടിയുടെ അച്ഛൻ ഇനി എൻ്റെ മകനോട് ഞാൻ എന്തു മറുപടി പറയും എന്ന് ചോദിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ കണ്ണിൽ ഒരു ചെറിയ പെൺകുട്ടിയെ കാണുന്നത്. ഈ പെൺകുട്ടി ആരാണെന്ന് വെച്ചാൽ തുടക്കത്തിൽ ഒരു ഭർത്താവിനും ഭാര്യയ്ക്കും രണ്ടാമതായി പിറന്ന ഒരു പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞില്ലേ, ആ പെൺകുട്ടിയാണത്. അവളും വരൂ അങ്കിൾ എന്ന് പറഞ്ഞ് ഹീറോയെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അത് ഹീറോയുടെ വീട്ടുപടിക്കലുള്ള മരമാണ്. പെട്ടെന്ന് ആ പെൺകുട്ടി ആ മരത്തിൽ കയറുന്നു. ഹീറോ അയ്യോ താഴെ വീഴുമല്ലോ എന്ന് പറഞ്ഞ് മരത്തിൽ കയറുകയാണ്. അപ്പോൾ ആ മരത്തിൽ ചില പൂക്കളുണ്ട്. ആ പൂക്കളെല്ലാം ആ പെൺകുട്ടി പറഞ്ഞതുകൊണ്ട് നമ്മുടെ ഹീറോ പറിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ആ പെൺകുട്ടി ആ മരത്തിൽ നിന്ന് അപ്രത്യക്ഷയാകുന്നു. ഹീറോ ആരാണ് ഈ പെൺകുട്ടി, ഒരു പക്ഷേ ഏതെങ്കിലും മാലാഖയായിരിക്കോ എന്നൊക്കെ ചിന്തിക്കുകയാണ്. ഇപ്പോൾ ആ മരത്തിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്ന പൂക്കൾ ആ ഗ്രാമവാസിയായ വ്യക്തിക്ക് കൊടുക്കുന്നു. ഇത് കൊടുത്ത് നിന്റെ മകന്റെ ജീവൻ രക്ഷിക്ക് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തിയും ഇതെന്താണ് ഈ പറയുന്നത്, ഇദ്ദേഹം എന്താണ് ഈ പറയുന്നത് എന്നൊരു സംശയത്തോടെ തന്നെ വീട്ടിലേക്ക് മടങ്ങുന്നു. അങ്ങനെ ആ പൂക്കൾ അരച്ച് തൻ്റെ മകന് കൊടുക്കുകയും കുറച്ച് നാളുകൾക്കുള്ളിൽ അവൻ്റെ മകൻ പൂർണ്ണമായും സുഖം പ്രാപിക്കുകയും ചെയ്യുന്നു. ആ വ്യക്തിക്ക് ഇത് വിശ്വസിക്കാനായില്ല. അതേസമയം ഈ രാജ് പതിവ് പോലെ വീടിനുള്ളിലുള്ള ആ നിധി എടുക്കാൻ രഹസ്യ അറയിലേക്ക് പോകുന്നു. ഇപ്പോൾ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ആ വാതിൽ തുറക്കുന്നു. വാതിൽ തുറന്നു നോക്കുമ്പോൾ അവിടെ 1000 കിലോയിലധികം ധാരാളം സ്വർണ്ണാഭരണങ്ങളുണ്ട്. വലിയ വാളുണ്ട്, വലിയൊരു കിരീടവും ഉണ്ട്. അതെല്ലാം കാണുമ്പോൾ അവന് സ്വന്തമാക്കണമെന്ന് തോന്നുന്നുണ്ട്. ആ കിരീടം രാജ് തൻ്റെ തലയിൽ വെക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ആ കിരീടം രാജിൻ്റെ തലയിൽ വെച്ച് തന്നെ ഉരുകുന്നു. അങ്ങനെ ഉരുകി രാജിൻ്റെ ഉള്ളിലേക്ക് ആ കിരീടം പോകുന്നതായി കാണിക്കുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് അതൊരു സാധാരണ കിരീടമല്ല, നേരത്തെ ഒരു അസുരനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, ആ അസുരൻ്റെ കിരീടമാണത്. അത്യാഗ്രഹമുള്ള എല്ലാവരുടെയും ശരീരത്തിലേക്ക് ആ അസുരൻ പ്രവേശിക്കുന്ന പോലെ ഇപ്പോൾ രാജിൻ്റെ ശരീരത്തിലേക്കും ഒരു അസുരൻ കയറുന്നു. ഇവിടെ ആ ഗ്രാമത്തിലുള്ള ആ കുട്ടിക്ക് സുഖമായതിനു ശേഷം ഗ്രാമവാസികളെല്ലാവരും ഹീറോയോട് നന്ദി പറയാൻ വരുന്നു. അതുപോലെ ഹീറോയുടെ അച്ഛൻ ആ മരത്തെ ആരാധിക്കാൻ പറഞ്ഞിരുന്നല്ലോ, അങ്ങനെ ഈ മരം കാരണമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് സംഭവിച്ചതെന്ന് പറഞ്ഞ് ആ മരത്തെ അവിടെ ദൈവമായി ആരാധിക്കാൻ തുടങ്ങുന്നു. മരത്തിന് അഭിഷേകം ചെയ്യുന്നതും കയറ് കൊണ്ടുവന്ന് കെട്ടുന്നതും തൊട്ടിൽ കെട്ടുന്നതും എന്നിങ്ങനെ പല കാര്യങ്ങളും അവിടെ നടക്കുന്നു. അങ്ങനെ നടക്കുന്തോറും ആ ഗ്രാമത്തിൽ ഒരുപാട് പോസിറ്റിവിറ്റി പരക്കുന്നതായും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ രാജ് അവിടേക്ക് വരുന്നു. ജ്യേഷ്ഠൻ ഒരു മരത്തിന് ചുറ്റുവരുന്ന് ഒരുപാട് പൂജകൾ ചെയ്യുന്നതും ആളുകളെ ഇരുത്തി കഥ പറയുന്നതെല്ലാം അവൻ കാണുന്നുണ്ട്. രാജന് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ജ്യേഷ്ഠനോട് സംസാരിക്കാതെ പോവാണ്. ഹീറോയും തൻ്റെ അനിയനെ സമാധാനിപ്പിക്കണമെന്ന് കരുതാണ്. എന്നാൽ അനിയൻ ജ്യേഷ്ഠനോട് മുഖം കറുപ്പിക്കുകയാണ്. മറുവശത്ത് ഈ രാജിൻ്റെ ഭാര്യയ്ക്ക് അവിടെ വളകാപ്പ് നടത്തുകയാണ്. അപ്പോൾ ആ നിധിയിൽ നിന്നെടുത്ത ഒരു സ്വർണ്ണാഭരണം രാജ് ഭാര്യയുടെ കയ്യിൽ ഇട്ടു കൊടുക്കുന്നു. ഇതെപ്പോഴും നിന്റെ കയ്യിൽ തന്നെ ഉണ്ടാവണം എന്ന് രാജ് ഭാര്യയോട് പറയുന്നു. ഗ്രാമത്തിന് നടുവിൽ നമ്മുടെ ഹീറോ അച്ഛൻ്റെ സ്ഥാനത്തേക്ക് വരുന്നതായും അവിടുത്തെ ഗ്രാമവാസികളെല്ലാവരും ഹീറോയെ ബഹുമാനത്തോടെ ഒരു രാജാവിനെ പോലെ കാണുന്നതായും കാണിക്കുന്നുണ്ട്. ഇതും കാലക്രമേണ രാജന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഒരു ദിവസം രാത്രി തൻ്റെ ജ്യേഷ്ഠനില്ലാത്തപ്പോൾ ആ മരത്തിന് ചുറ്റും
വരുന്ന പൂജ ചെയ്യുന്നവരെല്ലാം അവൻ ഓടിച്ചു വിടുന്നു. അതേസമയം ആശുപത്രിയിലും ഇപ്പോൾ നമ്മുടെ ഹീറോ ആരിൽ നിന്നും പണം വാങ്ങി ചികിത്സിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനെ രാജു വന്ന് തടയുന്നു. അച്ഛൻ മരിക്കുമ്പോൾ ഈ ആശുപത്രി എൻ്റെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ആർക്കും അവകാശമില്ല, ഇവിടെ വന്ന് പണം വാങ്ങരുതെന്ന് പറയാൻ നിനക്ക് എന്താ അധികാരം? ചേട്ടാ, ഇത് ഞാൻ നിങ്ങളോട് മാത്രമല്ല അമ്മേ, നിങ്ങളോടും കൂടിയിട്ടാണ് പറയുന്നത്, ഇത് എൻ്റെ ആശുപത്രിയാണ് എന്ന് പറഞ്ഞു പോവാണ്. ഇതെല്ലാം രാജന്റെ ഭാര്യയും ശ്രദ്ധിക്കുന്നുണ്ട്. കുറെ നാളുകളായി നിങ്ങളുടെ സ്വഭാവം വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്, എന്താണ് ഇങ്ങനെ മാറിയത്? എനിക്ക് വല്ലാതെ പേടിയാവുന്നുണ്ട് എന്നൊക്കെ അവള് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്റെ ഭാര്യയെ അവിടെ വെച്ച് ഉപദ്രവിച്ചിട്ട് നീ മിണ്ടാതിരുന്നോളണം, ഇനി മുതൽ എൻ്റെ കാര്യത്തിൽ ഇടപെട്ട് സംസാരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അവൻ പോവാണ്. ഇതിൽ ആ പെൺകുട്ടി വളരെ സങ്കടപ്പെടുന്നതായി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഗ്രാമത്തിലുള്ള ഒരാൾ ഹീറോയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ഒരുപാട് വൈക്കോൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കണ്ട് അസൂയ മൂലം രാജ ആ വൈക്കോലെല്ലാം കത്തിച്ചു കളയുന്നു. അടുത്ത ദിവസം ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഹീറോയ്ക്ക് തൻ്റെ അനിയനാണ് ഇത് കത്തിച്ചത് എന്ന് മനസ്സിലാവുന്നു. കാരണം അവിടെ ഒരു ആഭരണം വീണ് കിടക്കുന്നുണ്ട്. ആ ആഭരണം കണ്ട് ഇത് തൻ്റെ അനിയനാണെന്ന് അദ്ദേഹം കണ്ടെത്തുന്നു. ഇവിടെ ഹീറോയുടെ വീട്ടുപടിക്കൽ അടുത്ത ദിവസം ആ മരത്തിന് ചുറ്റും ഒരുപാട് പൂജകൾ നടക്കുന്നുണ്ട്. പലരും തലമുണ്ടനം ചെയ്യുന്നുണ്ട്. രാജന്റെ ഭാര്യയും അവിടെ ഒരു കയറ് കെട്ടുന്നതായി കാണിക്കുന്നു. ഇതെല്ലാം ആ വഴി വരുന്ന രാജും കാണുന്നുണ്ട്. ഞാനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പോകെ പോകെ ഈ മരത്തെ ഒരു ദൈവമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ, ഇതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യുന്നുണ്ട് അഭിഷേകം എന്ന രീതിയിൽ അവൻ അവിടെ ഉള്ളതെല്ലാം നശിപ്പിക്കുകയും ആ മരത്തിൽ മൂത്രമൊഴിക്കാൻ വരികയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഹീറോ അവിടെ വന്ന് രാജന്റെ തലയിൽ തന്നെ അടിക്കുകയാണ്. പോകെ പോകെ നിന്റെ പ്രവൃത്തികളെല്ലാം വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി പോയിട്ട് വൈക്കോൽ കത്തിച്ചിട്ട് വന്നിരിക്കുന്നു, കണ്ടുപിടിക്കാൻ കഴിയില്ലെന്ന് കരുതിയോ? ഇതാ നിന്റെ ബ്രേസ്ലെറ്റ്, എന്തിനാടാ ഇങ്ങനെ ചെയ്യുന്നത്? മതിയടാ, അച്ഛൻ്റെ മാനം പൂർണ്ണമായിട്ടും നീ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. രാജും ദേഷ്യപ്പെടുകയാണ്. ഇതുവരെ ഞാൻ നിന്നെ ഏട്ടനായി കണ്ടു, ഇനി മുതൽ അങ്ങനെയൊന്നും കാണില്ല, എനിക്കെതിരെ നീ സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പോഴാണ് അനിയന്റെ ശരീരത്തിലുള്ള ചില ആഭരണങ്ങൾ ഹീറോ ശ്രദ്ധിക്കുന്നത്. ഇത്രയും ആഭരണങ്ങൾ എവിടെ നിന്ന് വന്നു? നമ്മുടെ വീട്ടിലുള്ള ആ നിധി നീ തുറന്നോ? എടാ പാപി, അതൊരു ശപിക്കപ്പെട്ട സ്ഥലമാണ്, അവിടെ പോകരുതെന്ന് അച്ഛൻ എത്രത്തോളം പറഞ്ഞിട്ടുണ്ട്, എന്തിനാടാ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. രാജും അവിടെ നമ്മുടെ ഹീറോയെയും അമ്മയും തള്ളി മാറ്റിയിട്ട് ഭാര്യയുമായി വീടിനുള്ളിലേക്ക് കയറുന്നു. അതിനുള്ളിൽ നമ്മുടെ ഹീറോ രാജനെ തല്ലുകയാണ്. അങ്ങനെ ഏട്ടനും അനിയനും തമ്മിൽ ഭയങ്കരമായ അടിപിടി ഉണ്ടാവുന്നു. മാറി മാറി അടികൂടുകയാണ്. അതിൽ രാജ ഹീറോയെ വളരെ ക്രൂരമായി മർദ്ദിക്കുന്നു. ഇവിടെ രാജന്റെ ഭാര്യയ്ക്ക് പ്രസവവേദന വരികയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു. അനിയന്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങിയിട്ട് അനിയന്റെ ഭാര്യയെ കാണാൻ ഹീറോ ആശുപത്രിയിലേക്ക് വരുന്നു. ഒന്നുമില്ല, അവളെ രക്ഷിച്ചു, അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഹീറോയുടെ അമ്മ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നടക്കുന്നതെല്ലാം കണ്ടിട്ട് വലിയൊരു അപകടം വരാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് മോനെ, നമ്മൾ ഇതുവരെ കാത്തു സൂക്ഷിച്ചതെല്ലാം നമ്മളെ വിട്ടു പോവാൻ പോവാണ്. ഞാൻ പറയുന്നു ആ സ്ഥലത്തേക്ക് നീ ഉടനെ പോ എന്ന് പറഞ്ഞ് തൻ്റെ മൂത്ത മകനായ ഹീറോയെ ആ അമ്മ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞയക്കുന്നു. അതൊരു ശിവക്ഷേത്രമാണ്. അവിടെ ഒരു മുനിയുണ്ട്. ആ മുനിയെ ഹീറോ വന്ന് കാണുന്നുണ്ട്. തനിക്ക് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, നിന്റെ അനിയൻ ആ നിധി തുറന്നതിലൂടെ വലിയൊരു അസുരനെ തുറന്നുവിട്ടു. ഇപ്പോൾ ആ അസുരൻ നിന്റെ അനിയന്റെ ശരീരത്തിലുണ്ട്. നേരത്തെ തന്നെ നിങ്ങളുടെ ഗ്രാമത്തിൽ ഒരു ചേച്ചി അനിയത്തി പ്രശ്നമുണ്ടല്ലോ, അതായത് ഒരു ചേച്ചിയുടെ ആത്മാവ് അലഞ്ഞു തിരിയുന്നുണ്ട്. ഇപ്പോൾ ഈ അസുരൻ വന്നതിലൂടെ ആ ചേച്ചിയുടെ ആത്മാവും ശക്തി പ്രാപിച്ച് അതും നിങ്ങളുടെ വീടിനുള്ളിൽ തന്നെ അലയുന്നുണ്ട്. ഹീറോ ചോദിക്കുന്നുണ്ട്, സ്വാമി ഒന്നും മനസ്സിലാവുന്നില്ല, എന്താണ് ഉണ്ടായത്? സത്യത്തിൽ ആ കഥ എന്നോട് വ്യക്തമായി പറ. അപ്പോൾ അദ്ദേഹം പല വർഷങ്ങൾക്ക് മുമ്പുള്ള കഥ പറയുന്നു. അതായത് ഹീറോയുടെ മുതുമുത്തച്ഛനുണ്ടല്ലോ, അദ്ദേഹം ഒരു കാലത്ത് ഈ നാട് ഭരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് വീർ. ഇപ്പോൾ ഇവർ എത്രത്തോളം ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ അത് ആ വീർ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ആ ഗ്രാമവാസികളുടെ സ്വത്തുക്കളും പണവും ആഭരണങ്ങളും എല്ലാം അവരെ ഭീഷണിപ്പെടുത്തി തൻ്റെ പേരിൽ എഴുതി വാങ്ങിച്ചു. ചിലർ കടം വാങ്ങിയിട്ട് അത് കൃത്യമായി തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ആ കടം തീർക്കുന്നവരെ അവരുടെ ഭാര്യമാരെ ഈ വീർ പിടിച്ചു വയ്ക്കും. ഇങ്ങനെ കൊള്ളയടിച്ച് ആ വീർ ഒരുപാട് സ്വത്തുക്കൾ സമ്പാദിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ആ നിധിയായിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങളെല്ലാം. അപ്പോഴാണ് ആ ഗ്രാമത്തിൽ ഒരു ദമ്പതികൾ ഉണ്ടായിരുന്നത്. അതായത് ആദ്യ സീനിൽ കാണിച്ച ഭർത്താവും ഭാര്യയും ഇല്ലേ, അവർ തന്നെ. അവർക്ക് സ്നേഹമുള്ള ഒരു മകളുണ്ട്. എന്നാൽ ആ പെൺകുട്ടി ജനിച്ചത് മുതൽ ഇവർക്ക് ഒരുപാട് നിർഭാഗ്യകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നു. ജീവിതത്തിലും ഒരുപാട് കഷ്ടപ്പാടുകളും ഇവർക്കിടയിൽ എപ്പോഴും വഴക്കുകളും ഉണ്ടാവുന്നു. അതുമാത്രമല്ല ആ പെൺകുട്ടിയും മറ്റു കുട്ടികളെ പോലെ അല്ലാതെ തലമുടി അലങ്കോലമാക്കി ഒരു പ്രേതത്തെ പോലെയാണ് നടക്കുക. ഒരു ദിവസം ഒരു സന്യാസിയുടെ അടുത്ത് ആ പെൺകുട്ടിയെ സുഖപ്പെടുത്താൻ കൊണ്ടുപോകുന്നു. എന്നാൽ ആ സന്യാസി അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ്. അപ്പോഴാണ് തങ്ങൾക്ക് ജനിച്ച പെൺകുട്ടി സാധാരണ കുട്ടിയല്ല, അതൊരു ദുഷ്ടശക്തിയാണെന്ന് അവർക്ക് മനസ്സിലാവുന്നത്. അവിടെ മറ്റൊരു മുനിയോട് ഈ ഭർത്താവും ഭാര്യയും അന്വേഷിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, വളരെ മോശപ്പെട്ട നക്ഷത്രത്തിലും മോശപ്പെട്ട സമയത്തുമാണ് നിങ്ങളുടെ മകൾ ജനിച്ചത്. അതുകൊണ്ടാണ് അവളുടെ ശരീരത്തിൽ ഇങ്ങനൊരു ദുഷ്ടശക്തി പ്രവേശിച്ചത്. ഇത് പുരാണത്തിലുള്ള ഒരു ദുഷ്ടശക്തിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചുറ്റും ഇത്രയധികം നെഗറ്റിവിറ്റി ഉള്ളത്. ഇതിന് ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. നിങ്ങൾ മറ്റൊരു കുട്ടിക്ക് ജന്മം നൽകണം. ആ കുട്ടി കൃത്യമായി ഞാൻ പറയുന്ന നക്ഷത്രത്തിലും ഞാൻ പറയുന്ന സമയത്തും ജനിക്കുന്ന രീതിയിൽ നോക്കണം. അങ്ങനെ അവൾ ജനിച്ചാൽ നിങ്ങൾക്ക് അതിയായ സമ്പത്ത് ഉണ്ടാവും, ഒരുപാട് പോസിറ്റിവിറ്റി ഉണ്ടാവും എന്ന് പറയുന്നു.
അതനുസരിച്ച് ഈ ഭർത്താവും ഭാര്യയും പദ്ധതിയിടുന്നു. അങ്ങനെ അവർക്ക് രണ്ടാമതായി ഒരു പെൺകുട്ടി ജനിക്കുന്നു. ആ പെൺകുട്ടിയുടെ പേര് സെൽവി. സെൽവി ജനിച്ച ഉടനെ ഇവർക്ക് പെട്ടെന്ന് ഒരു നിധി കിട്ടുന്നു. ആ നിധിക്കുള്ളിൽ ഒരു പെട്ടി പോലെ ഒന്നുണ്ട്. ആ പെട്ടി നിറയെ സ്വർണ്ണാഭരണങ്ങളാണ്. ഭർത്താവിനും ഭാര്യയ്ക്കും ഇത് വിശ്വസിക്കാനായില്ല. അപ്പോൾ സന്യാസി പറഞ്ഞതുപോലെ നമ്മുടെ രണ്ടാമത്തെ മകളിലൂടെ നമുക്ക് നല്ലത് സംഭവിക്കുമെന്ന് അവർ കരുതുന്നു. അതിനുശേഷം ആ ഭർത്താവ് ഗ്രാമത്തിൽ ഒരുപാട് ആഭരണങ്ങളൊക്കെ ധരിച്ച് ഒരു വലിയ പണക്കാരനെ പോലെയാണ് നടന്നിരുന്നത്. ചൂതാട്ടത്തിൽ ഏത് കളി കളിച്ചാലും ഭാഗ്യം കാരണം അയാളാണ് ജയിക്കുക. ഇതെല്ലാം ആ ഗ്രാമത്തിലുള്ള രാജാവായ ഹീറോയുടെ മുതുമുത്തശ്ശൻ വീര് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവനെന്താ പുതിയ പണക്കാരനായി മാറിക്കൊണ്ടിരിക്കുന്നത്, ആഭരണങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പെട്ടെന്ന് ഗ്രാമത്തിൽ ഇവൻ എങ്ങനെ പണക്കാരനായെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. ഈ ഭാര്യയും ഭർത്താവും തങ്ങളുടെ രണ്ടാമത്തെ മകളാണ് ഭാഗ്യം എന്നതുകൊണ്ട് അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്തു കൊടുക്കുന്നു. ഇതെല്ലാം അവരുടെ മൂത്ത മകൾക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ അനിയത്തിയായ സെൽവിയെ വെറുക്കുകയാണ്. മൂത്ത മകൾ ഒരു ദുഷ്ടശക്തി ആയതുകൊണ്ട് അവളെ ഒരു ഇരുട്ടുമുറിയിൽ തന്നെ അടച്ചിടുന്നു. വർഷങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അപ്പോഴാണ് ഇവരുടെ വളർച്ചയൊക്കെ കാണുന്ന ആ ഗ്രാമത്തിലുള്ള മുതുമുത്തശ്ശനായ വീർ ഇവരുടെ വീട്ടിലേക്ക് വരുന്നത്. എത്ര ആഭരണങ്ങളാണ് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ആ ഭർത്താവിനെ ഭീഷണിപ്പെടുത്തുന്നു. തൻ്റെ കയ്യിലും കാലിലുള്ള ആഭരണങ്ങളെല്ലാം ഊരി ആ രാജാവിന് നൽകുന്നു. ഇത് മാത്രമാണുള്ളത്, വേറെ എന്തൊക്കെയാണുള്ളത് എന്ന് പറഞ്ഞ് പെട്ടി തുറന്നു നോക്കുമ്പോൾ അവൻ വലിയൊരു മാല വെച്ചിട്ടുണ്ട്. അതും രാജാവ് കൈക്കലാക്കുന്നു. നീ ഓരോ ദിവസവും ഓരോ ആഭരണം ഇട്ട് വരുന്നത് ഇത്രയും വർഷങ്ങളായി ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനേക്കാളും വലിയ നിധി നിന്റെ വീട്ടിലുണ്ട്, അതെവിടെയാണ് എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് ഭർത്താവും ഭാര്യയും പറയാൻ തയ്യാറാവുന്നില്ല. അപ്പോഴാണ് അവരുടെ 2 പെൺമക്കളെയും രാജാവ് പിടിച്ചു വെച്ചിട്ട് നിങ്ങൾ സത്യം പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ പെൺമക്കളെ ഞാൻ എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത്. അപ്പോഴും സത്യം പറയാത്തതുകൊണ്ട് ആ ഭർത്താവിനെയും ഭാര്യയെയും ആ വീടിനുള്ളിട്ട് അദ്ദേഹം കത്തിക്കുന്നു. അവരുടെ 2 പെൺമക്കളെയും അദ്ദേഹം കൂട്ടിക്കൊണ്ടുപോകുന്നു. അതിൽ ഭാഗ്യമുള്ള കുട്ടിയായ സെൽവിയെ ഒരു സ്ഥലത്ത് കുഴിച്ചിടുന്നു. അത് ചോദിക്കാൻ വന്ന അല്പം പ്രേതം കയറിയതുപോലുള്ള മൂത്ത പെൺകുട്ടിയെ ആ ഗ്രാമത്തിന് പുറത്തുള്ള ഒരു മരത്തിൽ കയറിലിട്ട് തൂക്കിക്കൊല്ലുന്നു. അന്നു മുതലാണ് ആ മൂത്ത പെൺകുട്ടി അവിടെ പ്രേതമായി അലയുന്നതും ആ പ്രേതമാണ് നമ്മുടെ ഹീറോയുടെ മുതുമുത്തച്ഛനെ കൊന്നതും. ആ ശാപമാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ആ പെൺകുട്ടി ഒരു രാക്ഷസന്റെ അവതാരമാണെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ ആ പെൺകുട്ടി ആരുടെയെങ്കിലും ശരീരത്തിൽ പ്രവേശിച്ച് ആ സ്വർണ്ണാഭരണങ്ങളെല്ലാം കൈക്കലാക്കി ഈ ലോകം ഭരിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ഈ രാജപരമ്പരയിലുള്ള ആരുടെയെങ്കിലും ശരീരത്തിൽ കയറിയാൽ മാത്രമേ നടക്കൂ എന്ന് മുൻകൂട്ടി അറിഞ്ഞ ഹീറോയുടെ അച്ഛൻ ആ ആഭരണങ്ങളെല്ലാം തന്റെ വീടിനുള്ളിൽ ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടു. അതാണ് ആ നിധി. ഇപ്പോൾ ആ നിധി പുറത്തെടുത്തതിലൂടെ ഈ വില്ലനായ രാജിന്റെ ശരീരത്തിലേക്ക് ആ സാത്താൻ വന്നിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ പെരുമാറുന്നത്. ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവൻ പൂർണ്ണമായിട്ടും ആ സാത്താനായി മാറി പുരാണത്തിലുള്ള ആ അസുരനായി മാറും. അതിനെ തടയാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞ് ആ ഹീറോയോട് ഈ കഥകളെല്ലാം മുനി പറയുന്നു. മറുവശത്ത് വീട്ടിനുള്ളിലുള്ള ആ അസുരനായ വില്ലൻ വീട്ടുപടിക്കൽ പൂജ ചെയ്യുന്ന ആ മരത്തെ എങ്ങനെയെങ്കിലും വെട്ടണമെന്ന് കരുതുന്നു. കാരണം ആ മരം പോസിറ്റിവിറ്റി ആണല്ലോ. അവന് പോസിറ്റിവിറ്റിയായി ഒന്നും ഇഷ്ടമല്ല. അത് മാത്രമല്ല, നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഹീറോയ്ക്ക് ഒരു പെൺകുട്ടി ആ മരത്തിൽ നിന്ന് പൂ പറിച്ചു കൊടുത്തിരുന്നല്ലോ. ആ പെൺകുട്ടി ആരാണെന്ന് വെച്ചാൽ ആ ഭർത്താവിനും ഭാര്യയ്ക്കും ജനിച്ച 2ാമത്തെ പെൺകുട്ടിയായ സെൽവിയാണ്. കാരണം അവളൊരു നല്ല ആത്മാവാണ്. നല്ല ആത്മാവായതുകൊണ്ട് ഗ്രാമത്തിലുള്ളവർക്ക് ഇങ്ങനെ സഹായങ്ങൾ ചെയ്യും. എന്നാൽ ദുഷ്ട ആത്മാവായ ആ മൂത്ത പെൺകുട്ടിയാണ് ഇപ്പോൾ ആ മരം അവിടെ ഉണ്ടാവാൻ പാടില്ലെന്ന് കരുതി ആ വില്ലന്റെ ശരീരത്തിലുള്ളത്. അത് മാത്രമല്ല, അത് കുറേശ്ശെയായി അസുരനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വില്ലന്റെ മുഖം മാറി ആ മരത്തെ അവൻ വെട്ടുന്നു. മറുവശത്ത് തന്റെ ഭാര്യയുടെ കയ്യിൽ ഒരു മോതിരം ഇട്ടുകൊടുത്തിരുന്നല്ലോ. ആ മോതിരം ഇട്ടതിൽ പിന്നെ തന്റെ ഭാര്യയുടെ ശരീരത്തിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കും ഇപ്പോൾ ആശുപത്രിയിൽ പ്രസവവേദന വരുന്നു. അങ്ങനെ അവർക്കൊരു കുഞ്ഞ് ജനിക്കുകയാണ്. ആ കുഞ്ഞിനെ കാണുന്ന ഡോക്ടറും ഹീറോയുടെ അമ്മയായ അമ്മായിയമ്മയും എല്ലാവരും ഞെട്ടുകയാണ്. കാരണം അവിടെ ഒരു അസുരൻ തന്നെയാണ് ജനിച്ചതെന്ന് അവർ കരുതുന്നു. അതുപോലെ ഈ നായികയും അവിടെ രക്ഷിക്കാൻ കഴിയുന്നില്ല. ഹീറോ തന്റെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അവിടെ മരം വെട്ടിയിട്ടിരിക്കുന്നത് കാണുന്നുണ്ട്. മുനി പറഞ്ഞത് ഓർമ്മ വരികയാണ്. വേഗത്തിൽ തന്നെ അമ്മയെ രക്ഷിക്കാൻ ആശുപത്രിയിലേക്ക് പോകുന്നു. ആശുപത്രിയിൽ വന്ന് നോക്കുമ്പോൾ അവിടെ മുഴുവൻ മൃതദേഹങ്ങളാണ്. തൻ്റെ അമ്മയെയും അവിടെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ ഹീറോ ആ മരം വെട്ടിയ സ്ഥലത്ത് കുഴിക്കുകയാണ്. അങ്ങനെ കുഴിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ആ മരം നിന്നിരുന്ന സ്ഥലം ഏതാണെന്ന്. പല വർഷങ്ങൾക്ക് മുമ്പ് ഹീറോയുടെ മുതുമുത്തശ്ശൻ ആ നല്ല ആത്മാവായ സെൽവിയെ കുഴിച്ചിട്ട സ്ഥലത്താണ് ഇപ്പോൾ ആ മരം വളർന്നിരിക്കുന്നത്. അങ്ങനെ സെൽവിയുടെ ചില അസ്ഥികൾ ഇപ്പോഴും അവിടെയുണ്ട്. ആ അസ്ഥികളെ ഹീറോ കയ്യിലെടുക്കുന്നു. ഇതെടുത്തു കൊണ്ടുപോയി ശിവന്റെ പ്രതിമയുടെ തലയിൽ വിതറണം. അങ്ങനെ വിതറിയാൽ ശിവൻ നേരിട്ട് ലോകത്തേക്ക് വന്ന് ആ അസുരനെ നശിപ്പിക്കുമെന്നാണ് ആ മുനി പറഞ്ഞിരുന്നത്. അത് ചെയ്യാൻ വേണ്ടി ഹീറോ വളരെ വേഗത്തിൽ പോവാണ്. അവിടെ കുറെ അഘോരികളുണ്ട്. അവരോട് ഈ വിവരം പറയുന്നു. അവർ വളരെ വേഗത്തിൽ അവിടെ ഒരു പൂജ ആരംഭിക്കുന്നു. മറുവശത്ത് വില്ലൻ ഉണ്ടല്ലോ, അവന്റെ വസ്ത്രങ്ങളെല്ലാം ധരിച്ച് അവിടെയുള്ള ആഭരണങ്ങളെല്ലാം അണിഞ്ഞ് പൂർണ്ണമായും ഒരു അസുരനായി മാറിയിരിക്കുന്നു. കുറച്ചു നേരത്തിനുള്ളിൽ ആ സ്ഥലത്തേക്ക് വരികയാണ്. അവിടെയുള്ള അഘോരികളെ അവൻ വേട്ടയാടുന്നു. ഹീറോ വളരെ വേഗത്തിൽ പൂജ ചെയ്ത് ശിവന്റെ പ്രതിമയ്ക്ക് അടുത്തേക്ക് ഓടുന്നു. അതിനു മുമ്പ് ആ അസുരൻ എല്ലാവരെയും അടിച്ചു വീഴ്ത്തി നമ്മുടെ ഹീറോയെ കൊല്ലാനായി അടുത്തേക്ക് വരുന്നു. ഭാഗ്യത്തിന് അതിനു മുമ്പ് നമ്മുടെ ഹീറോ ആ ശിവന്റെ പ്രതിമയ്ക്ക് അരികിലെത്തി അത് വെക്കുകയാണ്. അത് വെക്കുന്നതിലൂടെ അവിടെ ശിവൻ നേരിട്ട് ലോകത്തേക്ക് അവതാരമെടുത്ത് വരുന്നു.
അതുവരെ താനാണ് ഏറ്റവും വലിയ ബലവാനെന്ന് കരുതിയിരുന്ന ആ അസുരൻ ശിവന്റെ മുന്നിൽ വെറും ഒരു ഉറുമ്പിനെ പോലെയായി. അങ്ങനെ ശിവൻ തന്റെ കാൽ കൊണ്ട് ചവിട്ടി ആ അസുരനെ കൊല്ലുന്നു. ഇതോടെ ഈ സിനിമയുടെ കഥ അവസാനിക്കുന്നതായി കാണിക്കുന്നു. സോ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.